പ്രത്യക്ഷീകരണ പ്രാർത്ഥന മര്യാദയ്ക്ക് സത്യസന്ധമായിട്ട് ഉള്ളിൽ അമ്മയുടെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കണമെന്ന് ആന്തരിക ദാഹത്തോടു കൂടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് വലിയ എയർ ലിഫ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 സെപ്റ്റംബറിൽ നമ്മൾ ഉടമ്പടി ആരംഭിക്കുമ്പോൾ 15 സെപ്റ്റംബറിൽ ആരംഭിക്കുമ്പോൾ അതിന് മുമ്പ് 6 മാസക്കാലം പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചെല്ലിയ ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഉടമ്പടി ഇല്ലായിരുന്നു. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രം ചെല്ലിയ സമയത്ത് പോലും ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണ കൊണ്ട് മാത്രം ചെല്ലിയവരെല്ലാം അമ്മ അനുഗ്രഹിക്കുകയും അമ്മയുടെ സാന്നിധ്യം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാവും. ഈ ഉടമ്പടി തന്നെ ഉടമ്പടി പിന്നീട് ദൈവം തന്നതാണ്. ആദ്യം തന്ന പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. അതിൻ്റെ ഉദ്ദേശം ഈ പ്രത്യക്ഷീകരണം ദൈവം ഏറ്റെടുക്കുക, സഭ ഏറ്റെടുക്കുകയും തന്നെയാണ്. എൻ്റെ മക്കളെ, അതുകൊണ്ട് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലാണ് ശക്തി ഇരിക്കുന്നത്. ഇപ്പം എന്താ നമ്മൾ വചനം 10 ദിവസത്തിൻ്റെ 4, 11 വായിച്ചത് എന്താണ്? ശുശ്രൂഷിക്കുന്നവൻ പറഞ്ഞേ, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. ഇത് ഒരു ശക്തിയും ഇല്ലാതെയാണ് ശുശ്രൂഷിക്കണം. വാദപ്പനി പിടിച്ചവനെ പോലെ. ഇനി ആർക്കാണ് പത്രം കൊടുക്കാനുള്ളത്? ദൈവത്തിന് നാളെ കൊടുക്കാമായിരിക്കും, അല്ലേ മറ്റന്നാൾ കൊടുക്കാം. നാളെ ഞാൻ ആലപ്പുഴ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കോട്ടയത്ത് പോകുന്നുണ്ട്, അപ്പോഴാണ് മറ്റേ കൊടുക്കുക. ആരെങ്കിലും കാണാം. അപ്പോഴും നാട്ടിൽ കൊടുക്കത്തില്ല. നാട്ടിൽ കൊടുത്ത ആൾക്കാർ കാണത്തില്ലേ? നാട്ടിലെ അയൽവാസിക്കൊന്നും കൊടുത്തില്ല. അപ്പം ചോദിക്കും, നിനക്ക് ഇതേ പണിയുള്ളതെന്ന് ചോദിക്കും. നീ ഇതും കൊണ്ട് നടന്നിട്ട് എന്നാ പുഴുങ്ങിയെന്ന് ചോദിക്കും. അപ്പോൾ അവർ നാക്കിട്ടടിക്കണ കാരണം ഞാൻ നാട്ടുകാരെ പേടിയാണ് എനിക്ക്. അപ്പം ശക്തിയില്ല. 10 കൊണ്ടായാലും അവരിങ്ങോട്ട് കുറേ ചോദ്യം ചോദിക്കൂലേ, നീ ഇത്രയും നാൾ കൊണ്ടുപോയിട്ട് നിൻ്റെ മോളെ കെട്ടിച്ചാ, നിനക്ക് വീട് വെച്ചാ, നിൻ്റെ രോഗം മാറിയാ, പിന്നെ അതിനകത്ത് ഇത് ചോദ്യം ഉണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർക്ക് നമ്മുടെ അവസ്ഥ അറിയാവുന്ന കാരണം നമ്മൾ നാട്ടിൽ കൊടുക്കത്തില്ല. അടുത്ത നാട്ടിൽ കൊണ്ടേ കൊടുക്കും, ടൗണിലേക്ക് കൊണ്ടേ കൊടുക്കും. ദാറ്റ് മീൻസ് ശക്തിയില്ല. നിങ്ങളുടെ ശക്തി ആരാ കളഞ്ഞത്? നാട്ടുകാർ കളഞ്ഞു. അതുകൊണ്ട് നാട്ടിലോ അയൽവാസികളോ ഇടവക പള്ളിയിലോ കൊടുക്കുന്നതിന് പകരം പുറത്ത് കൊണ്ട് കൊടുക്കേണ്ടെന്നല്ല പറയണത്. നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പേടിച്ചു, എങ്ങനെ ഉടമ്പടി എടുത്തു പോയില്ലേ, കൊടുത്തില്ലെങ്കിൽ പിന്നെ പണിയായി പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒക്കാനിക്കാനിരുന്ന് കഴിഞ്ഞാൽ ശക്തിയില്ലെന്നാണ് അർത്ഥം. ശുശ്രൂഷയ്ക്ക് ശക്തിയില്ല. ശുശ്രൂഷയ്ക്ക് ദൈവികമായിട്ടുള്ള അല്ല കൊടുക്കണത്, മാനുഷികമായിട്ടാണ് കൊടുക്കുന്നത്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് 1 10 4 11 പറയണത്. ഏറ്റു പറഞ്ഞ്, ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പോലെ ശുശ്രൂഷിക്കട്ടെ. അപ്പോഴേ ഈ ആദ്യം ഈ സജി എന്ന് പറയുന്ന കക്ഷി ഉടമ്പടി ഇങ്ങനെ ശക്തിയില്ലാതെ ചെയ്തുകൊണ്ടിരുന്നത്. അത് കാരണം എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇതൊന്നും കാര്യം. ഒന്നാമത് വൈഫിന് 45 വയസ്സ് കഴിഞ്ഞ്, രണ്ടാമത്തെ വിദ്യാഭ്യാസം ഇല്ല, മൂന്നാമത്തെ ഒരു നേഴ്സല്ല, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ ലോണ് സംഘടിപ്പിച്ച് കിട്ടി. അതും കുറച്ച് പാടുപെട്ടാണെങ്കിൽ ലോണ് കിട്ടിയെങ്കിലും സെറ്റാകണില്ല. ആളെ കയറ്റിവിടാൻ പറ്റണില്ല. ഇപ്പം കടവുമായി ആളെ കയറിവിടാൻ പറ്റണില്ല, വല്ലാത്ത അവസ്ഥയായി. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു ഉടമ്പടി ഒരു ട്വിസ്റ്റ് വരുത്തി. പഴയതിനേക്കാൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, ഉടമ്പടിയിൽ ഓരോ മാസവും അതിൻ്റെ ട്വിസ്റ്റിംഗ് ഉണ്ടാകണം. കാര്യം ദൈവം മുമ്പത്തേക്കാൾ കുറച്ചുകൂടി നിങ്ങളുടെ വിശ്വാസവും അതുപോലെ തന്നെ ദൈവസ്നേഹവും ഒക്കെ വർദ്ധിച്ചിട്ട് വേണം. അങ്ങനെ ഒരു അപ്ഡേഷൻസ് എപ്പോഴും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഉണ്ടാകണം. അല്ല മുമ്പത്തേക്കാൾ ഗതികെട്ട രീതി, ഉടമ്പടി എടുത്ത കാലത്തേക്കാൾ ഗതികെട്ടാണ് ഇപ്പം ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഇനി നല്ല വെടിപ്പായിട്ട് കത്തോലിക്കരാണെങ്കിൽ വെടിപ്പായിട്ട് കുമ്പസാരിച്ചിട്ട്, മറ്റുള്ള മതസ്ഥരാണ് മറ്റുള്ള സഹോദരങ്ങളാണെങ്കിൽ ദൈവത്തോട് അനുതാപപ്പെട്ടിട്ട് ഉടമ്പടി കുറച്ചുകൂടി സത്യസന്ധമായിട്ട് ചെയ്യാൻ തുടങ്ങിയ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല. ദൈവത്തോട് കാര്യം അറിയാൻ പാടില്ലല്ലോ, നിങ്ങൾക്ക് അറിയാൻ പാടില്ലല്ലേ ഇങ്ങനെ വന്നത്. അപ്പം അതുകൊണ്ട് ദൈവം അതൊക്കെ ക്ഷമിക്കും. പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് വർദ്ധിച്ച് ദൈവസ്നേഹം, വർദ്ധിച്ച് വിശ്വാസം, അങ്ങനെയാണത് കൈകാര്യം ചെയ്ത് പോകേണ്ടത്. അതിൻ്റെ അകത്ത് എല്ലാത്തിനും ഒരു സത്യസന്ധത ഉണ്ടാകണം. ഇപ്പോൾ സജി എന്താ ചെയ്തിരിക്കണത്? അതായത് പത്രമൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോഴേ ഈ വിദ്യാഭ്യാസവും ഇല്ല, നേഴ്സുമല്ല, വയസ്സും കഴിഞ്ഞ ആളെ ഒരു ഏജൻസിയെ കിട്ടി ഇറ്റലിക്ക് വരെ മാൾട്ടയിൽ പോകാനിടയായി.
അത് വലിയ ഭാഗ്യമായി. അയാൾ ആ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മാൾട്ട വരെ എത്തിയത് ഉടമ്പടിയുടെ ചിറകിലാണ് എത്തിയിരിക്കുന്നത്. അല്ല, വേറെ യാതൊരുവിധ മെറിറ്റും അവർക്കില്ല. നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യണത്. പക്ഷേ മാൾട്ടയെ ചെന്നിട്ടാണെങ്കിലും പുറത്തിറങ്ങാൻ പറ്റണില്ല. ജോലിയില്ല. 2 ദിവസമേ ജോലിയുള്ളൂ. ഒരു ദിവസം, ഒരാഴ്ച 2 ദിവസമേ ജോലിയുള്ളൂ. 2 ദിവസത്തെ ജോലിയുണ്ട്. അവിടുത്തെ ഭക്ഷണം കഴിക്കുക, വാടക കൊടുക്കുക, ഒരു പിടിയില്ല. അപ്പം ഇന്ന് വിഷമിക്കുകയാണ്. അങ്ങനെ വിഷമിച്ച്. പക്ഷേ അപ്പോഴെന്ത് ചെയ്ത് സജീവ് വിളിച്ച് പറഞ്ഞു, ഞാനിവിടെ വീട്ടിൽ കുത്തിരിക്കുകയാണ്. 2 ദിവസമേ, ഒരാഴ്ച 2 ദിവസമേ പണിയുള്ളൂ. അതും 3 മണിക്കൂർ വെച്ചാൽ പണിയുള്ളൂ. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും? നമ്മുടെ കടങ്ങൾ പെരുകുകയല്ലേ. വന്ന് വരാത്ത കണക്കായി, വന്നത് കൊണ്ട് പലിശ കൂടുകയുള്ളത് ചെയ്യണത്. അങ്ങോട്ടും ഇങ്ങോട്ടും സങ്കടം പറഞ്ഞ് വിഷമിക്കുകയാണ്. പക്ഷേ ആ വിഷമമൊന്നും സജിക്കില്ല. സജി വേറെ പരിപാടി ചെയ്ത്. സജി അതായത് ഈ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെ പരിസ്ഥിതി. സജി പോകുന്ന സ്ഥലങ്ങളിലെല്ലാം, ഇടുക്കിയിൽ പലയിടത്തും ബംഗാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇടുക്കി പലയിടത്തും തമിഴന്മാർ വർക്ക് ചെയ്യുന്നുണ്ട് തോട്ടങ്ങളിലൊക്കെ. പുള്ളിക്കാരൻ എന്നാ ചോദിച്ചാൽ മലയാളം പത്രം വാങ്ങിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ബംഗാളി പത്രം, ഹിന്ദി പത്രവും അതുപോലെ തമിഴ് പത്രവും മേടിച്ച്, എന്നിട്ട് റബ്ബർ പുള്ളിയുടെ പണി കഴിഞ്ഞിട്ട് പുള്ളി ഇത് കൊണ്ടുപോയി ഒരു ജോലി പോലെ ചെയ്യുകയാണ് കർത്താവിന്. ഇത് ഒരു ജോലി പോലെ ചെയ്യണം. നമുക്ക് ജോലി ചെയ്യണത് കുടുംബം പോറ്റാൻ വേണ്ടിയല്ലേ. അപ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുമല്ല. അപ്പോൾ കുടുംബം പോറ്റാൻ വേണ്ടി ജോലി ചെയ്യണ പോലെ അതേ ഉദ്ദേശത്തിൽ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിച്ചവനെപ്പോലെ ശുശ്രൂഷിക്കുന്ന കർത്താവ് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജോലി പോലെ ഇത്തിരി കർത്താവുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരെ തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് അവരോട് ഹിന്ദി പറയാൻ പറയാം, മലയാളം അറിയാം, തമിഴ് പറയാൻ പാടില്ലെങ്കിലും ആ മനുഷ്യൻ കർത്താവിൻ്റെ വേല മറ്റുള്ളവർക്ക് ചെയ്യണം. ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി കട്ടി കൂടിയ പണിയല്ലേ. ഇവൻ സത്യസന്ധനാണെന്ന് ദൈവത്തെ മനസ്സിലായില്ലേ. ദൈവം ഉടനെ ഒരു പണി ചെയ്യും. നിങ്ങൾക്കറിയാവില്ല, നിങ്ങളെക്കുറിച്ചുള്ള എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ആരെയും ചോദിക്കുകയാണ്, അച്ഛാ ബൈബിളിലെ അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട അഭിഷേകം കിട്ടിയ വചനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോണ വചനം 32 സങ്കീർത്തനം 32:12 പറയത്തുള്ളൂ. 32:8 എന്താണ്? നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറഞ്ഞേ, നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. അപ്പോൾ ഈ വചനമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും അഭിഷേകം കിട്ടിയിരിക്കുന്ന വചനം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കേണ്ട വഴി നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമില്ല. കർത്താവ് ചോദിച്ചില്ലേ, എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ധരിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, ആരാധന, ആരാധന. മത്തായി 6:25 ഞാൻ നിങ്ങളോട് പറയുന്ന എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യാം, എന്ന് ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കും, എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ. അപ്പോഴേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ നടക്കേണ്ട വഴി പറഞ്ഞേ, സങ്കീർത്തനം 32:8 എന്താ പറയണത്? നീ നടക്കേണ്ട വഴി. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുർബാനയ്ക്ക് അത് ചിന്തിച്ചോണ്ടിരിക്കുകയായിരുന്നു. നീ നടക്കേണ്ട വഴി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വഴി മാത്രമല്ല, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട ഉടുപ്പ്, നീ ചെയ്യേണ്ട ജോലി, നീ വസിക്കേണ്ട വീട്, നീ താമസിക്കേണ്ട ഇടം, എവരിത്തിങ് നിന്റെ കർത്താവിൻ്റെ അടുത്തുണ്ട്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ വഴിയും വാതിലും കാണുന്നിരുന്നപ്പോൾ തലപോഞ്ഞിരുന്നിട്ട് വിഷമിച്ചിട്ട് ഒരു കഥയുമില്ല. മറിച്ച് ഇതിൻ്റെ ഏറ്റവും ഇഷ്ട കാര്യങ്ങൾ നിന്റെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വിഷയത്തെക്കുറിച്ച് കർത്താവിനോട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഈശോ, ഇസ് ഇറ്റ് റൈറ്റ്, ദിസ് ഇന്റൻഷൻ ഈസ് റൈറ്റ് ഓർ നോട്ട്, ഇസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഗാഡ്? ഞാൻ കർത്താവിനോട് ചോദിച്ചു, ഇത് എനിക്ക് ലഭിക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആധ്യാത്മിക ജീവിതത്തിൽ, ഇത് എനിക്കെതിരാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ശാന്തശീലർ അനുഗ്രഹീതരാകുന്നു, അവർ ഭൂമി കൈവശമാക്കാൻ.
നീ വ്യഗ്രത കാണിക്കേണ്ട, ശാന്തമായിട്ട് കാത്തിരിക്കാൻ പറഞ്ഞു. ദാറ്റ് മീൻസ് ഓരോ കാര്യത്തെക്കുറിച്ചും കർത്താവിന് വ്യക്തതയുണ്ട്. എൻ്റെ ദൈവത്തിൽ നീ നടക്കേണ്ട വഴി, നീ കഴിക്കേണ്ട ഭക്ഷണം, നീ ധരിക്കേണ്ട വസ്ത്രം, നീ താമസിക്കേണ്ട ഇടം, നീ കല്യാണം കഴിക്കേണ്ട വ്യക്തി, എവരിത്തിങ് നിന്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. ഒന്ന് പറഞ്ഞേ, സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവന്റെ ശത്രുക്കൾ. ആര് പറഞ്ഞതാണ്? കർത്താവ് പറഞ്ഞതാണ്. ഇപ്പം നേരത്തെ ഈശോ 1:10-4:11 എന്താ പറയണത്? അതായത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ചവരെ പോലെ. ഇപ്പം കർത്താവ് തന്ന അരുളപ്പാടാണ് ഈ വചനം. എനിക്കറിയാൻ പലറിഞ്ഞു. കർത്താവിനോട് പറഞ്ഞു, എന്നാ പറഞ്ഞതറിയാവോ? നമ്മളിരുന്ന് വചനം വായിക്കലേ, വചനം വായിക്കുമ്പോൾ അടുക്കളയിലും ഉമ്മറത്തും ഒക്കെ ഇരിക്കുന്നവർ നമ്മളെ കാണുമ്പോൾ കൊഞ്ഞനം കൊത്തും. പിന്നെ ഇരിപ്പുണ്ടിനി ഒരു പണിയും ചെയ്യത്തില്ല ഈ വീട്ടിൽ. വചനം കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോൾ പറയോ, അതേ വചനം പെട്ടിയും വെച്ചോണ്ടിരിപ്പുണ്ട്, ഇനി ഈ വീട്ടിൽ ഒരു പണിയും നടക്കത്തില്ല. നമ്മളെ വീട്ടിലുള്ള പിശാചുകൾ ഇതിനെ ആക്ഷേപിക്കും. അപ്പനാകാം, അമ്മയാകാം, നാത്തുനാകാം. ഇത് പിശാചാണ്, ശത്രുവാണെന്നാണ് പറഞ്ഞിരിക്കണത്. ശത്രുവിനെ തിരിച്ചറിയിക്കണം. നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ശത്രു. ഇതിപ്പോൾ ഈശോ പറഞ്ഞതാണ്. ഒരുവൻ്റെ ശത്രു അവൻ്റെ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, അതായത് നമ്മൾ ഓരോ വീട്ടുകാർ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. പക്ഷേ നമ്മളെക്കുറിച്ച് നീ നടക്കേണ്ട വഴി, കഴിക്കേണ്ട ഭക്ഷണം, ധരിക്കേണ്ട വസ്ത്രം എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അത് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കുറേ സമയം. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളെ ഇരുത്തത്തില്ല, പിശാച് ഇരുത്തത്തില്ല. പിശാച് അപ്പനിലൂടെ, നാത്തനിലൂടെ, അമ്മയിലൂടെ, ആൻറ്റിയിലൂടെ, അരിനിലൂടെ, ആങ്ങളയിലൂടെയൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്യും. അവളിരുന്നിട്ടുണ്ട്, ഇനി ഒരു പണി നടക്കത്തില്ല വീട്ടിൽ. ഇത്രയും നാൾ ഇതിനെ കുത്തിരുന്ന് എന്ത് നേടി? വല്ല ഭ്രാന്ത് പിടിക്കാൻ വേണ്ട, എഴുന്നേറ്റ് പോയെന്ന് പറയും. ആ ബൈബിൾ വായിച്ച ഭ്രാന്ത് പിടിക്കുമെന്ന് ആര് പറയും? അപ്പം പറയണം അത് പിശാചാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ബൈബിൾ വായിച്ച ഭ്രാന്ത് പിടിക്കുമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് നോക്കണം. അപ്പനായാലും അമ്മയായാലും ആൻറ്റി ആയാലും ആങ്ങളയായാലും നാത്തുനായാലും നോക്കണം. ഈ സാധനത്തിന് വാരുണ്ട, ഈ സാധനത്തിന് കൊമ്പുണ്ടാന്ന് നോക്കണം. സാധനം വേറെയാണോ വന്നിരിക്കുന്നത്? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെയായിരിക്കും. എൻ്റെ ദൈവപൈതലെ നീ നടക്കേണ്ട വഴി, ദൈവപൈതലാകണത് അങ്ങനെയാണ്. ഞങ്ങളൊക്കെ ആയത് അങ്ങനെയാണ്. ഞാൻ ദൈവപൈതലാണെന്ന് വീമ്പടിക്കുകയല്ല. പക്ഷേ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ നമ്മളിവിടെ എത്തിയിരിക്കുന്നു. ഞാൻ 38 വർഷമായി കർത്താവിനോട് യാത്ര ചെയ്യണത്. ദൈവത്തോടുള്ള ബന്ധമെന്ന് പറയുന്നത് സംഘാതമായ ബന്ധത്തെക്കാൾ വ്യക്തിപരമായ ബന്ധമാണ്. ആ വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ശാശ്വതമായിട്ട് ആ വ്യക്തിപരമായ ബന്ധം കൃത്യമാകാൻ വേണ്ടി, ആ വ്യക്തിബന്ധം ആഴമുള്ളാകാൻ വേണ്ടി ദൈവികമായ ഫോർമുല ഉണ്ട്. ദൈവസ്നേഹത്തോടെ, വിശ്വാസത്തോടെ, സത്യസന്ധതയോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ ദൈവം ആരാണെന്നും ദൈവം എന്ത് നമ്മളെ കൊണ്ടുണ്ട് എന്ത് തീരുമാനിക്കണമെന്നും നമ്മൾ എങ്ങോട്ട് പോകണമെന്നും എല്ലാം കർത്താവ് വെളിപ്പെടുത്തി തരും. ആ വഴികളിലൂടെയാണ് സഭയെ നമ്മൾ 2000 കൊല്ലങ്ങളായിട്ട് സഭയെ ദൈവം നയിച്ചുകൊണ്ടിരുന്നത്. വ്യക്തികളിലൂടെയാണ്. ഓരോരോ കാലഘട്ടങ്ങളിലും നിങ്ങളുമായിട്ട് ദൈവം സംസാരിക്കുന്നതും നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പ്രൊഫഷൻ, നിങ്ങളുടെ അതിജീവനം എല്ലാം ദൈവം നിങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ സഹിത്വം ഉണ്ടാകണം. അത് പ്രവർത്തനം വഴിയാകാം, പ്രാർത്ഥന വഴിയാകാം, ദൈവവചനം വഴിയാകാം, വായന വഴിയാകാം, ശുശ്രൂഷ വഴിയാകാം. പക്ഷേ ബൈ നോ മീൻസ് ഇറ്റ് ഷുഡ് ബി എ സിൻസിയർ എഫക്റ്റ്. സത്യസന്ധമായിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സജി എന്ന് പറയുന്ന വ്യക്തി തമിഴ് പത്രം പഠിച്ച തമിഴന്മാർക്കും ഹിന്ദി പത്രം പഠിച്ച ബംഗാളികൾക്കും കർത്താവിൻ്റെ പേര് ചെയ്യുമ്പോഴേ കർത്താവിനെ അറിയാൻ സാധ്യതയില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചപ്പോൾ കർത്താവിന് മനസ്സിലായി ആ ഉടമ്പടി സത്യമാണെന്ന് മനസ്സിലായി. എന്ത് ചെയ്ത്? ഭാര്യ മാൾട്ടായിരിക്കുക, അന്തോ ഇല്ല കുന്തോ ഇല്ലായിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പോലെ ഇരിക്കുക. അപ്പോൾ അവർ ബൈ ചാൻസിൽ അമ്പിളി എന്നും പറഞ്ഞൊരു സ്ത്രീയെ അവർ പരിചയപ്പെട്ടു, മലയാളി. അപ്പോൾ അവരോട് പറഞ്ഞ് ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് ആഴ്ചയിൽ 2 ദിവസത്തെ പണിയാനുള്ളത്, അത് 3 മണിക്കൂർ പണിയേ ഉള്ളൂ, എനിക്ക് ജീവിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളി പറഞ്ഞ് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ ഇറ്റലിയിൽ എനിക്ക് ജോലി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. നിങ്ങൾ ആ സാക്ഷ്യം കേൾക്കണം. ഇവർ നാട്ടിൽ വെച്ച് ഏത് ജോലിക്ക്, ഏത് രാജ്യത്ത്, ഏത് സ്ഥലത്ത് പോയി ജോലി ചെയ്യണമോ ആ സ്ഥലത്തേക്ക് കർത്താവ് അമ്പിളിയിലൂടെ ഇവിടെ കൂട്ടിക്കൊണ്ടു പോകും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
ദൈവത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമ്മളിങ്ങനെ സത്യസന്ധമായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ കണ്ട, ഈ അമ്പിളിയെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാവോ? ഇവരിങ്ങനെ എയറിൽ നിന്ന് വരികയല്ലേ, കർത്താവിൻ്റെ കയ്യിൽ ഇവരൊക്കെ ഉണ്ടേ. നീ നടക്കേണ്ട വഴി നിന്റെ മുഖത്ത് നോക്കി നിന്നെ ഉപദേശിക്കുമെന്ന് പറഞ്ഞില്ലേ? നമ്മൾ സത്യസന്ധമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേ കർത്താവ് അതിന് പറ്റിയ കറസ്പോണ്ടിങ് ആപ്റ്റ് പേഴ്സണെ കൊണ്ടുവന്ന് പോകും. പിന്നെ അവർ നയിച്ചുകൊണ്ടിരിക്കും ഈ വിഷയത്തെ. നിങ്ങളുടെ ഉടമ്പടിയിൽ എപ്പോഴും അത് ഫയറാകുന്നില്ലെങ്കിൽ എൻ്റെ അർത്ഥം നിങ്ങളെ കർത്താവിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും തയ്യാറായിരിക്കുന്നുവെന്നാണ്. സത്യസന്ധമായ ഉടമ്പടിയെ നിങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള രീതിയിൽ, അതായത് നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് നിങ്ങളെ തൂക്കി നോക്കും, ദൈവത്തെ തൂക്കും. ദൈവത്തെ തൂക്കിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടായി, ഇല്ലെങ്കിൽ കയ്യിലെ കാശ് പിന്നെയും പോകുകയിലേ ഉള്ളു എന്നൊക്കെ വിചാരിച്ച് ദൈവത്തോട് ഇങ്ങനെ പിച്ചിമ്പയൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യും. അതാണ് ഉടമ്പടി കത്താത്തത്. ഉടമ്പടിയുടെ വെച്ചാൽ ഇനി ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന മനുഷ്യരാശിയുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും വലിയ പദ്ധതിയാണ് ഉടമ്പടി. ഞാൻ എന്തെങ്കിലും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ അവരെന്താ ചെയ്തിരിക്കുന്നത്, സജി എന്താ ചെയ്തിരിക്കണത്, സത്യസന്ധമായിട്ട് ഉടമ്പടിയുടെ ചെയ്വനകളിലെ ഗ്രേഡ് വർദ്ധിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് തൻ്റെ സത്യസന്ധതയും സിൻസിയറിറ്റിയും വിശ്വസ്തതയും കാണിച്ചു. ഈ വിശ്വസ്തതയും സത്യസന്ധതയും കാണിച്ചാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു ഡോളർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചു, ഡോളർ ഏത് രാജ്യക്കാരനും എടുക്കും, ഒരു കുഴപ്പമില്ല. നമ്മുടെ ജാതിയും മതവും നോക്കിയിട്ടാണ് ആൾക്കാർ ഡോളർ എടുക്കണത്? അല്ല, അത് ഡോളർ ആയതുകൊണ്ടാണ്. ഉടമ്പടിക്ക് എങ്ങനെ സംഭവിച്ചിരിക്കണത്? ഉടമ്പടിയിൽ ഇന്ന ആളെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. മര്യാദക്ക് ദൈവമായിട്ട് ഉടമ്പടി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ കൊടുത്താൽ ഉടമ്പടി സ്വീകരിക്കപ്പെടും. അതിന് കത്തോലിക്കനാണെന്നൊരു നിർബന്ധമില്ല. ഉടമ്പടി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ കത്തോലിക്കലല്ലാത്ത ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ, ഇടിവെട്ട് സാക്ഷ്യങ്ങൾ വരേണ്ട കാരണം. ഇതിനകത്ത് വരുന്ന വിഷയം വെച്ചാൽ ആ ഉടമ്പടി എന്ന് പറയുന്ന ആ ചെയ്വനയിൽ തന്നെയാണ് അതിൻ്റെ വാല്യൂ ഇരിക്കുന്നത്. അത് വൃത്തിയായിട്ട് ചെയ്യാൻ ആർക്ക് കഴിഞ്ഞാലും അവർക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അകത്തുനിന്ന് അത് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടിയെ സത്യസന്ധമായി നിറവേറ്റാൻ എനിക്ക് ആവശ്യമായ വിശ്വസ്തത നൽകണമേ. അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതെല്ലാം പർച്ചേസിങ് മോഡിലാണ് ഉള്ളത്. ദൈവം നമ്മളെ വിലക്ക് വാങ്ങുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിലകൾ വർദ്ധിക്കുന്ന അനുസരിച്ച് മാത്രമേ ദൈവം നമ്മളെ വിലക്ക് വാങ്ങത്തുള്ളൂ. നമുക്ക് ഒരു വിലയില്ലാത്ത സാധനത്തിൽ നമ്മൾ വില മുടക്കി മേടിക്കുക. വിലയില്ലാത്ത സാധനം എല്ലായിടത്തും കിട്ടുന്ന സാധനത്തിൽ നമ്മൾ കാശ് മുടക്കി മേടിക്കുക? ഇല്ല. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ ആർക്കാണ് കാശ് കൊടുത്ത് മേടിക്കണം? ഓക്സിജൻ ഇല്ല, മേടിക്കത്തില്ല. എല്ലായിടത്തും ഉണ്ടത്. അതിന് വിലയില്ല. ഒരു കാലം ഉണ്ടാകാൻ ചിലപ്പോൾ ഓക്സിജൻ വില കൊടുത്ത് മേടിക്കണം. ഇപ്പോൾ ഓക്സിജൻ നമ്മൾ വില കൊടുക്കണില്ല, കാര്യം ഓക്സിജൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇല്ലാത്ത വില കൊടുത്ത് വാങ്ങിക്കേണ്ട സംഭവങ്ങളാണ്, അതനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വില നിശ്ചയിക്കുന്നത്. ഇപ്പം ദൈവം ഇപ്പം 1 കൊരിന്ത്യർ 6:20 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6:20 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് നമ്മളെ കാണുന്ന വിഷയം എന്താണ്? 1 കൊരിന്ത്യർ 6:20 എന്താ പറയണത്? നിങ്ങൾ പറഞ്ഞ നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ അർത്ഥം എന്താ? വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വില ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വിലക്ക് വാങ്ങാൻ വേണ്ടി മാത്രം നമുക്ക് വിലയില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മൾ വിലക്ക് വാങ്ങിക്കുക? അതാണ് 1 കൊരിന്ത്യർ 6:20 പറയണത്. എന്താ പറയണത്? പറഞ്ഞ് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. എന്താ കർത്താവിൻ്റെ വചനം ഉദ്ദേശിക്കണത്? കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെന്ന് എൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടി ക്രിസ്തു മരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ വിലയുള്ളവരാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ.